നമസ്കാരം. നമ്മൾ വളരെ ദിവസങ്ങൾക്ക് മുമ്പ് DA-യുമായും ശമ്പള പരിഷ്കരണവും പങ്കാളിത്ത പെൻഷൻ്റെ കുറേ വീഡിയോസ് ചെയ്തിരുന്നു, മെഡിസെപ്പൊക്കെ. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ അത് കാണുകയും വൈറലാവുകയൊക്കെ ചെയ്തു വീഡിയോസ്. അപ്പോഴാണ് ഒരു കേസ് വന്ന്, ഹൈക്കോടതിയിലൊരു കേസ് വന്നു. ഡിസംബർ 1 ആ കേസ് മാറ്റിവെച്ചു. അപ്പോൾ കേസിന് വിധി വരണമല്ലോ. അതുപോലെ ഡിസംബർ 11 എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഒരു വിധിയും കൊടുപ്പുണ്ട്. അതിനകത്ത് ഗവൺമെൻറ് തീരുമാനം. അപ്പോൾ ഡിസംബർ മാസത്തിൽ തീരുമാനമുണ്ടാകേണ്ട ഒരു മാസമാണ്. അതോടനുബന്ധിച്ചാണ് പിന്നെ KN ബാലഗോപാലിൻ്റെ 2 ബൈറ്റ് ഏഷ്യാനെറ്റിലും മാതൃഭൂമി ചാനലിലും വന്നിരുന്നു. ഏഷ്യാനെറ്റിലും എനിക്ക് തോന്നുന്നു അബ്ജോദാണോ അബ്ജോദാന്ന് തോന്നുന്നു, ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട്, ശമ്പള പരിഷ്കരണവും DA എല്ലാം ഞങ്ങൾ കൊടുക്കും, ഈ വർഷം ഞങ്ങൾ 3 DA കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനിത് പറയാൻ കാരണം, നമ്മളിപ്പോൾ ഈ മറ്റ് ശബരിമല വിശേഷങ്ങളും സ്വർണ്ണക്കൊള്ളയും ഒക്കെ ആയിട്ട് നമ്മൾ കുറേ വീഡിയോകളിൽ അതിൻ്റെ റിസർച്ചും കാര്യങ്ങളുമായിട്ടൊക്കെ പോയപ്പോൾ, അതിന് വേണ്ടി പോയപ്പോൾ, ഹരിവരാസനം മറ്റു കാര്യങ്ങളൊക്കെ പോയപ്പോൾ പലരും ചോദിച്ചു, അയ്യോ DA വിട്ട് കഴിഞ്ഞോ സാറേ? ഇല്ല, ഒരിക്കലും വിട്ടിട്ടില്ല. DA പോലുള്ള കാര്യങ്ങൾ വിടുകയേ ഇല്ല. അത് കിട്ടുന്നത് വരെ നിങ്ങളെ കൂടെ ഉണ്ടാകും. ഇപ്പം നമ്മൾക്ക് മനസ്സിലാക്കുന്നത്, ഇന്നലെ അത് സംബന്ധിച്ചെടുത്ത വിവരത്തിൽ നിന്ന് കിട്ടുന്നത് 13% ഇപ്പോൾ DA കിട്ടാനുള്ളത്. ആ 13% DA-യിൽ ഒരു DA ചിലപ്പോൾ ഡിസംബറിലോ, കാരണം ഇപ്പോൾ കേസും എല്ലാം കൂടി വരുമല്ലോ, കോടതി വിധി വരണം. ഡിസംബർ 1 കഴിയുമ്പോൾ കോടതി വിധി വരണം. അതെങ്ങനെ വരുമെന്നറിയില്ല. അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് വിധി, അവരുടെ ഉത്തരവ്, ഡയറക്ഷനുണ്ട്. ഇതെല്ലാം കൂടി വെച്ചുകൊണ്ട് ഡിസംബർ അവസാനമോ ജനുവരി ആദ്യമോ തീർച്ചയായിട്ടും ഒരു ഗഡു DA കൂടി കൊടുക്കാൻ സാധ്യതയുണ്ട്. ഒരു 3-4% DA കൊടുക്കാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന DA, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ 13% ഒരു ഗഡു കൊടുത്തതിന് ശേഷം 13% കണക്കാക്കിയിട്ടോ എന്തായാലും അത് ശമ്പള പരിഷ്കരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ശമ്പള പരിഷ്കരണത്തിന് ഒരു കമ്മിറ്റി വയ്ക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിൽ തന്നെ ഞങ്ങൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു. KR ജ്യോതിലാൽ ചെയർമാനായുള്ള, അല്ലെങ്കിൽ കൺവീനറായുള്ള, അല്ലെങ്കിൽ കോർഡിനേറ്ററായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ചീഫായിട്ടുള്ളൊരു സമിതി വരാൻ എല്ലാ സാധ്യതയുമുണ്ട്. അതിൻ്റെ ഫയലാണ് സെക്രട്ടേറിയറ്റിൽ നീങ്ങിയിരിക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ കമ്മിറ്റിയും കൂടെ വരികയാണെങ്കിൽ ഈ 13% DA-യും പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മളെ ഫിറ്റ്മെൻറ്റ് അലവൻസും വയ്ക്കാൻ സാധ്യതയുണ്ട്. ഫിറ്റ്മെൻറ്റ് അലവൻസ് എത്രയാണെന്ന് അറിയില്ല, പക്ഷേ അത് 10% ആക്കി. കുറച്ച് നേരത്തെ 20 ഉണ്ടായിരുന്നു, 15 ആയി, 12 ആയി, ഇപ്പോൾ 10% ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഫിറ്റ്നസ് അലവൻസ് എത്ര വയ്ക്കുമെന്നറിയില്ല. പക്ഷേ സർവീസ് വെയിറ്റേജ് ഉണ്ടാകുമോ എന്നൊരു സംശയമുണ്ട്. കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ സർവീസ് വെയിറ്റേജ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഈ ശമ്പള പരിഷ്കരണത്തിൽ സർവീസ് വെയിറ്റേജ് എന്ന് പറയുന്ന തുക വയ്ക്കുമോ എന്നറിയില്ല. എന്തായാലും ബാക്കി ബേസിക് പേ, DA പ്ലസ് ഈ പിന്നെ നമ്മുടെ ഈ ഫിറ്റ്മെൻറ്റ് അലവൻസ് എല്ലാം കൂടി വരുന്നൊരു തുകയായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. എന്തായാലും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നു. പിന്നെ നമ്മുടെ ബഡ്ജറ്റ് വരുമ്പോൾ കുറേ സമ്മാന പെരുമഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോഴുണ്ടാകിയിരുന്ന ആൻറ്റി ഇൻകംബൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ എന്നുള്ള അതിനൊരു മരുന്നായി ഇത് ചെയ്യും. പ്രത്യേകിച്ച് ബീഹാറിൽ 10,000 രൂപ കൊടുത്ത കഥയുണ്ട്. ഇവിടെ UDF ആണെങ്കിൽ 2,000 രൂപ കൊടുക്കും, ആശാ വർക്കേഴ്സ് കൊടുക്കുന്ന കഥ പറയുന്നു. അങ്ങനെ ഡോൾ പോലെ, സമ്മാനം പോലെ കൂടുതൽ ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന, മണി കൊടുക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അവസാന വർഷത്തെ ബഡ്ജറ്റ് ഫെബ്രുവരിയിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു സമ്മാന പെരുമഴയായിരിക്കും. ആ പെരുമഴയ്ക്ക് മുമ്പ് തന്നെ ചെറിയ മഴയുടെ രൂപത്തിൽ DA കൊടുക്കലും ശമ്പള പരിഷ്കരണത്തിൻ്റെ കമ്മിറ്റിയും വരും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നത്.